ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ആഗമന കാലത്തിൻ്റെ ഒന്നാം ഞായറാഴ്ച ഇന്ന് നാം ഭക്തിസ്നേഹ വിശ്വാസത്തോടെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പിൽ പ്രത്യാശയുടെ തിരി അഥവാ പ്രവാചകന്മാരുടെ തിരി തെളിയിച്ചുകൊണ്ട് ഈ ദിനം ഈ വിശുദ്ധമായ കാലഘട്ടത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. പ്രവാചകന്മാർ മുഖേന സ്വർഗത്തിലെ ദൈവം അരുൾ ചെയ്ത വാക്കുകൾ നിറവേറപ്പെടുന്നതിൻ്റെ അടയാളം കൂടിയാണ് നാം ഇന്ന് തെളിയിക്കുന്ന ഈ തിരി. ദ പ്രോഫറ്റിക് കാൻഡിൽ എന്നും ദ കാൻഡിൽ ഓഫ് ഹോപ്പ് എന്നുമാണ് ഇന്ന് നാം തെളിയിക്കുന്ന തിരിയെ തിരുസഭ വിളിക്കുക. സത്യത്തിൽ യേശുവിൻ്റെ ആഗമനം പ്രപഞ്ചത്തിന് മുഴുവനും വലിയ പ്രത്യാശയുടെ അനുഗ്രഹമാണ്. 400 വർഷത്തോളം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് രക്ഷകൻ വരുമെന്ന പ്രത്യാശ അവർക്ക് നൽകപ്പെട്ടപ്പോൾ പ്രവാചകന്മാരിലൂടെ പ്രവചിക്കപ്പെട്ട പ്രവചനങ്ങൾ ക്രിസ്തുവിൽ പൂർത്തിയാകുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ് ഈ വിശുദ്ധമായ കാലഘട്ടം. നമ്മൾ പ്രത്യാശഭരിതരായിരിക്കുവാൻ കർത്താവ് വേഗം നമ്മെ സമീപിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ്. ഇന്നത്തെ ആദ്യ വായന ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ പിതാവായ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുടെ ബലം നമ്മൾ കാണുന്നു. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം അവിടുത്തേതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന ശരിയായ ബോധ്യം നമുക്ക് നൽകുന്നു. യാക്കോബിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. അതെ, ഈ കാലഘട്ടം കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ജലപ്രളയത്തിൻ്റെ ദുരനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ മനുഷ്യർ ഒരുക്കമില്ലാത്തവരായി ജീവിച്ചു. ജലപ്രളയം അവരെ സമീപിക്കുന്നത് വരെ അവർ ഒന്നും അറിഞ്ഞില്ല. നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഭരിക്കുന്നത് വരെ അവരറിഞ്ഞില്ല എന്നാണ് എഴുതിയിരിക്കുക. ഇതൊരു വലിയ ദുരന്തമാണ്. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ദുരിതങ്ങൾ നാം അറിയാതെ പോകുന്നു. നമുക്ക് സംഭവിക്കുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് അറിയാതെ തിന്മയിലും പാപത്തിലും അന്ധകാരത്തിലും നാം വ്യാപരിക്കുന്നു എന്നത് വലിയൊരു ദുരിതമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാർക്ക് എഴുതിയ ലേഖനത്തിൽ നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണ് ഇത് എന്ന് ഓർപ്പെടുത്തുന്നു. നാം ഇനിയും അന്ധകാരത്തിൽ ജീവിക്കേണ്ടവരല്ല, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാനും പകലിൽ യോജിച്ച വിധം ജീവിക്കുവാനും നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിലും മദ്യത്തിൻ്റെ ലഹരിയിലും അവിഹിത വേഴ്ചയിൽ നിന്നും മാറി നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ ധരിച്ചവരാകാൻ അപ്പോസ്തലൻ നമ്മെ ക്ഷണിക്കുകയാണ്. നാം ആ ക്ഷണമാണ് ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. ആഗമനകാലം ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ തിരികെ പോകാകണം. സ്വർഗം ലക്ഷ്യമാക്കി ജീവിതയാത്ര തുടരാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നവ ഉപേക്ഷിക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾക്കുള്ള സ്നേഹ സ്വാതന്ത്ര്യത്തിൽ വസിക്കുവാനുമുള്ള കാലഘട്ടം കൂടിയാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ക്രിസ്തുവിനായി നമ്മുടെ എളിയ ഹൃദയങ്ങൾ തുറക്കാം. അവിടുന്ന് കൃപാപൂർവം നമ്മളിൽ വസിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.